ജനാധിപത്യം ഇല്ലെന്ന് പറയുന്നവർക്ക് കേസ് കൊടുക്കാം. ജി സുകുമാരൻ നായരുടെ മറുപടി. മുൻ മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ പരിഹാസരൂപേണയുള്ള വിമർശനത്തിന് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുടെ മറുപടി. NSSന്റെ വിവിധ സ്ഥാപനങ്ങളിൽ നിയമാനുസൃതമായി മാത്രമേ നിയമനങ്ങൾ നടന്നിട്ടുള്ളൂവെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ആക്ഷേപമുള്ളവർ കേസ് കൊടുക്കട്ടെയെന്ന് സുകുമാരൻ നായർ മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചു. എല്ലാ സ്ഥാനങ്ങളും നഷ്ടപ്പെട്ട ശേഷമാണ് ഗണേഷ് കുമാറിന്റെ ആരോപണങ്ങളെന്നും സുകുമാരൻ നായർ പറഞ്ഞു. അയാളുടെ മറ്റു കാര്യങ്ങളെക്കുറിച്ച് താൻ പ്രതികരിക്കാനില്ലെന്നും NSS ജനറൽ സെക്രട്ടറി പ്രതികരിച്ചു. അദ്ദേഹത്തിന്റെ അച്ഛനെപ്പറ്റി വരെ ആക്ഷേപം പറഞ്ഞിട്ടുണ്ടല്ലോ. തന്നെ അനുകരിച്ച് കാണിച്ചത് കലാസാമർഥ്യം. ജി സുകുമാരൻ നായർ പ്രതികരിച്ചു. ബന്ധു നിയമനങ്ങളെക്കുറിച്ചുള്ള ആക്ഷേപങ്ങൾക്ക് കേരളത്തിലുള്ള നായന്മാരെല്ലാം തന്റെ ബന്ധുക്കളാണെന്നാണ് ജി സുകുമാരൻ നായർ മറുപടി നൽകിയത്. കീഴ്വഴക്കങ്ങൾ അനുസരിച്ച് മാത്രമാണ് NSSൽ നിയമനങ്ങൾ നടത്തുന്നത്. NSS പിടിച്ചെടുക്കാൻ മുമ്പും പലരും ശ്രമിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്ത് നായർ സംരക്ഷണ സമിതി സംഘടിപ്പിച്ച പരിപാടിയിൽ വെച്ചാണ് കഴിഞ്ഞ ദിവസം കെ ബി ഗണേഷ് കുമാർ ജി സുകുമാരൻ നായർക്കെതിരെ വിമർശനം ഉന്നയിച്ചത്. NSSൽ അഴിമതിയും സ്വജനപക്ഷപാതവുമാണ് നടക്കുന്നത്. പ്രസ്ഥാനം ചില ആളുകൾ കൈയടക്കി വച്ചിരിക്കുന്നു. സുകുമാരൻ നായരെ ചോദ്യം ചെയ്തതിനാണ് എന്നെ പുറത്താക്കിയത്. സമദൂര സിദ്ധാന്തത്തെയാണ് ഞാൻ എതിർത്തത്. മന്നം സമാധി വീണ്ടെടുക്കാൻ വൈക്കത്ത് നിന്നും സമാധിയിലേക്ക് ജാഥ നടത്തേണ്ടിയിരിക്കുന്നു. ഇങ്ങനെയാണ് ഗണേഷ് കുമാർ പറഞ്ഞത്. NSSനെയും ജനറൽ സെക്രട്ടറിയെയും സ്നേഹിച്ചു വേണം ജീവിക്കാനെന്ന് തന്റെ അച്ഛൻ ഉപദേശം നൽകിയിട്ടുണ്ടെന്ന് ഗണേഷ് കുമാർ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. എന്നിട്ട് ഇപ്പോൾ എന്താണ് അയാൾ ചെയ്യുന്നത്? കുറച്ചുപേർ NSSനെ തകർക്കാൻ കോടതികളിൽ കയറി ഇറങ്ങുന്നു. അവരുടെ വാലായിട്ടാണ് കെ ബി ഗണേഷ് കുമാർ പ്രവർത്തിക്കുന്നത്. 64 വർഷമായി ഞാൻ NSSൽ പ്രവർത്തിക്കുന്നു. ഒരുത്തൻ വിചാരിച്ചാലും കണ്ടെത്താൻ കഴിയുന്ന ഒരു തെറ്റും എന്റെ ഭാഗത്തു നിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നും ജി സുകുമാരൻ നായർ വ്യക്തമാക്കി. മന്നം സമാധിയിലേക്കുള്ള പ്രവേശനം ആർക്കും നിഷേധിച്ചിട്ടില്ല. ഉപരാഷ്ട്രപതി സന്ദർശനത്തിന് വന്നപ്പോൾ സമാധിയിൽ പട്ടിയെ കയറ്റി പരിശോധിക്കണം എന്ന് പറഞ്ഞു. ഞങ്ങൾ ക്ഷേത്രത്തിന് തുല്യമായി ആരാധിക്കുന്ന സ്ഥലമാണ്, അതുകൊണ്ടാണ് പറ്റില്ല എന്ന് പറഞ്ഞത്. പട്ടിയെ കയറ്റിയിട്ട് ആരും സമാധിയിൽ പുഷ്പാർച്ചന നടത്തേണ്ട എന്ന് ഞാൻ പറഞ്ഞു. അത് എൻ്റെ കടമയാണ്, സുകുമാരൻ നായർ വ്യക്തമാക്കി.